മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ റെഡ് ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പോൾ നിലവിൽ MCUവിലുള്ള സ്മാർട്ട് ഹൾക്കിന് റെഡ് ഹൾക്കിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. സ്മാർട്ട് ഹൾക്ക് ആക്ച്വലി ഹൾക്കിന്റെ ബോഡിയുള്ള ബ്രൂസ് ബാനർ ആണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. സ്മാർട്ട് ഹൾക്ക് വളരെ ശാന്തനാണ്. മാത്രമല്ല അദ്ദേഹം ഹോൾഡ് ബാക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് സ്മാർട്ട് ഹൾക്ക് റെഡ് ഹൾക്കിനോട് പോരാടുന്നതെങ്കിൽ ആ പോരാട്ടം മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കും. ആ പോരാട്ടത്തിൽ റെഡ് ഹൾക്ക് തന്നെ വിജയിക്കും. എന്നാൽ റെഡ് ഹൾക്ക് നമ്മുടെ പഴയ ഹൾക്കുമായിട്ട് ഏറ്റുമുട്ടിയാലോ? അല്ലെങ്കിൽ ദ ഇൻക്രെഡിബിൾ ഹൾക്കുമായിട്ട് ഏറ്റുമുട്ടിയാലോ? നമുക്കറിയാം ജനറൽ തണ്ടർബോൾട്ട് റോസ് ആണ് റെഡ് ഹൾക്ക്. ഒരുപാട് മിലിറ്ററി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ബാറ്റിൽ ഐക്യമൊക്കെയുള്ള ജനറലാണ് തണ്ടർബോൾട്ട് റോസ്. ചുറ്റുപാടുമൊക്കെ വൻ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഹൾക്കിനെ പോലെ റേജ് കൊണ്ട് മാത്രമല്ല റെഡ് ഹൾക്ക് പോരാടുന്നത്. റെഡ് ഹൾക്ക് സ്ട്രാറ്റജി കൂടെ ഉപയോഗിച്ചാണ് പോരാടുന്നത്. റെഡ് ഹൾക്കിന് റേജ് കൂടുന്നതോടെ അദ്ദേഹത്തിന്റെ ബോഡി ഇമ്മൻസ് ആയിട്ട് ഹീറ്റ് പുറപ്പെടുവിക്കുകയും ആ കാരണം കൊണ്ട് തന്നെ ചുറ്റുമുള്ള എന്തും ആ ചൂടേറ്റ് വെന്ത് വെണ്ണീറാവുകയും ചെയ്യും. അമിതമായ റേജ് റെഡ് ഹൾക്കിന് ഒരു ശാപമാണെന്ന് അർത്ഥം. ഹൾക്കിന് റേജ് എന്നത് ഒരു ഫ്യൂവൽ പോലെയാണ്. ഹൾക്കിന് എത്രമാത്രം കോപം ഉണ്ടാകുന്നുണ്ടോ അത്രമാത്രം ഹൾക്ക് ശക്തനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നുള്ള ഒരു ചെറിയ ഫൈറ്റ് ആണെങ്കിൽ റെഡ് ഹൾക്കിന് ഹൾക്കിന്റെ മേൽ ഒരാധിപത്യമൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചേക്കും. എന്നാൽ ആ ഫൈറ്റ് നീണ്ടു പോകും തോറും റെഡ് ഹൾക്ക് വീക്ക് ആവുകയും ഹൾക്ക് ശക്തനായിട്ട് മാറുകയും ചെയ്യും. സോ എന്റെ അഭിപ്രായത്തിൽ MCUവിൽ ഹൾക്കും റെഡ് ഹൾക്കും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ഹൾക്ക് തന്നെ വിജയിക്കാനാണ് സാധ്യത. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.